വെൽക്കം ബാക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി പോസ്റ്റിലേക്ക് നിങ്ങളുടെ പഠനമൊന്ന് ഉന്മേഷം കൂട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരേ സമയം പ്രിലിമിനറിക്കും മെയിൻസിനും തയ്യാറെടുപ്പ് നടത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, പ്രിലിംസ് പാസ്സായിട്ടല്ലേ മെയിൻസ് കിട്ടത്തുള്ളൂ, അല്ലെ അതിന് പഠിച്ചിട്ട് കാര്യമുള്ളൂ. പ്രിലിംസ് പാസ്സായി എന്ന് നിങ്ങൾ അറിയുമ്പോഴേക്കും മെയിൻസ് പഠിക്കാനുള്ള സമയം നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കും. പിന്നെ ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മുടെ കോഴ്സ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കോഴ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ നിങ്ങൾ പഠിക്കുന്നത് പ്രിലിമിനറി പാസ്സാവാനല്ല, ഈ ഒരു പരീക്ഷ വിജയിച്ച് ഉന്നത റാങ്കോട് കൂടി ആദ്യ അഡ്വൈസിൽ ജോലി കിട്ടണം. നിങ്ങൾക്ക് ജയിക്കണം, എനിക്കും ജയിക്കണം, നമുക്ക് ജയിക്കണം. അപ്പോൾ ഈ ഒരു സെഷൻ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് മലയാളത്തിൽ പറയാം ആയതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. ഈ ക്ലാസ്സിന്റെ നോട്ട് എം ഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നൽകും. ടെലിഗ്രാമിൽ എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. എം ഫേവർ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകളും നോട്ടുകളും അവൈലബിൾ ആയിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും എം ഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് കാണാപ്പാടമല്ല ഇവിടെ വരുന്നത്. നമ്മൾ നമ്മുടെ അനലിറ്റിക്കൽ മോഡ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. ലൈക്ക് ചിന്തിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വികേന്ദ്രീകരണം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവ വിജയിക്കണമെങ്കിൽ ആവശ്യമായ ജനപങ്കാളിത്തത്തെക്കുറിച്ചും എന്തിനാണ് ജനപങ്കാളിത്തം, എന്തിൻ്റെ ആവശ്യമാണ് ഉള്ളത് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുക. ഈ ഒരു സെഷനിൽ നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ, അല്ലേ? ശ്രദ്ധിക്കാം. വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ, അധികാരം, പവർ, ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്നിവ കേന്ദ്ര തലത്തിൽ നിന്നും പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറുന്ന പ്രക്രിയയാണ്, പ്രോസസ്സിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്നും താഴെ തട്ടിലേക്ക് അധികാര കൈമാറ്റം നടത്തുന്നു. അപ്പോൾ എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ? ജനാധിപത്യ വികേന്ദ്രീകരണം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ രാജ്യത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സെൻട്രൽ ലെവൽ ഒരു ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ഒരു ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ലെവൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവ ഒരു അധികാരം കൈയാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 ലെവലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഭരണം പൊക്കോണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് ഒരുപക്ഷെ പല രാജ്യങ്ങളിലും അധികാരം കേന്ദ്രീകരിച്ചിരുന്നു, അതായത് സെൻട്രൽ ലെവലിൽ കേന്ദ്രീകരിച്ചിരുന്നു. ആ കേന്ദ്രീകരിച്ചിരുന്ന അധികാരങ്ങൾ കാലക്രമേണ താഴെ തട്ടിലേക്ക് ഒരു നാട്, ആ നാട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലേക്ക് ആ അധികാരങ്ങൾ കുറച്ചങ്ങ് കൈമാറി. അത് അവകാശമായിട്ടാണ് കൈമാറിയിരിക്കുന്നത്. അവകാശം, ദ റൈറ്റ്. ഒടുക്കം സ്റ്റേറ്റിൽ നിന്നും പ്രാദേശിക തലത്തിലേക്ക്, പ്രാദേശിക തല അധികാര സ്ഥാപനങ്ങളിലേക്ക് ആ അധികാരം സ്റ്റേറ്റിൽ നിന്നും അധികാര കൈമാറ്റം നടത്തി, അതും അവകാശമായിട്ട്. ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാരവും ഉത്തരവാദിത്വവും വികേന്ദ്രീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് പകുത്തു നൽകുകയാണ്, അതും ഒരു അവകാശമായിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഭരണത്തിൽ പൗരന്മാരുടെ നേരിട്ടുള്ള പങ്കാളിത്തം സുഗമമാക്കുന്നതിന് സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും വിഭവങ്ങളും താഴെത്തട്ടിൽ പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവകാശമായി കൈമാറുന്ന പ്രക്രിയയാണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഔദാര്യമല്ല, ഇതൊരു ഇളവല്ല. ജനാധിപത്യ വികേന്ദ്രീകരണത്തിൽ വികേന്ദ്രീകരിക്കപ്പെടുന്നത് അധികാരമാണ്. ആ അധികാരം അവകാശമാണ്. ഇറ്റ്സ് ദെയർ ഓൺ റൈറ്റ്. അപ്പോൾ
കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് അധികാരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെട്ടു, സംസ്ഥാന തലത്തിൽ നിന്നും പ്രാദേശിക തലത്തിലേക്ക് അധികാരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെട്ടു. ഇതെല്ലാം അവകാശങ്ങളാണ്, ഇളവുകളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾക്കിടയിലും പ്രാദേശിക സർക്കാരുകളും പൗരന്മാരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ വികാസമാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യ വികേന്ദ്രീകരണം. മനുഷ്യാവകാശ സംരക്ഷണം, ജനങ്ങളുടെ പങ്കാളിത്തം, പൊതുമേഖല ഉത്തരവാദിത്വം എന്നിവ സുഗമമാക്കുന്നതിൽ ജനാധിപത്യ വൽക്കരണം സുസ്ഥിര വികസനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു സുസ്ഥിര വികസനം ഉറപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ തലങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. ഇപ്പോൾ ദേശീയ തലത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അടിച്ചേൽപ്പിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രാദേശിക ഘടനയായിരിക്കത്തില്ല ഒരുപക്ഷെ തമിഴ്നാടോ അല്ലെങ്കിൽ മണിപ്പൂരിലോ മേഘാലയയിലോ ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ജനങ്ങളുടെ താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തത, വൈവിധ്യമാർന്ന കാര്യങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവ ആവശ്യമായ ഭേദഗതികളോടും മറ്റുമെല്ലാം നടപ്പിലാക്കണമെങ്കിൽ ആ ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അടങ്ങുന്ന ഒരു പ്രാദേശിക സർക്കാർ രൂപവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. അവരിലൂടെ ജനങ്ങൾ കൂടുതൽ സർക്കാരുമായിട്ട് ഇടപഴകുന്നു. അവർക്ക് ആവശ്യമായ പദ്ധതികളും മറ്റുമെല്ലാം ജനങ്ങൾ തന്നെ പ്രാദേശിക അധികാര സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇവിടെ വേണ്ടത് എന്താണ്? പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജനങ്ങളുടെ പങ്കാളിത്തം. ഓക്കെ, സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ താഴെ തട്ടിലുള്ള പ്രാദേശിക തലത്തിലേക്ക് വികേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ ജനങ്ങളുടെ പങ്കാളിത്തം സാധ്യമാകുന്നുള്ളൂ. ബ്ലോക്ക്, വില്ലേജ് തലങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും കഴിയും. ഇത്തരം പ്രാദേശിക തീരുമാനങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ജനാധിപത്യ ഭരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദേശീയ നയം അടിച്ചേൽപ്പിക്കുവാനോ അത് ഇംപ്ലിമെന്റ് ചെയ്യുവാനോ വലിയ പാടാണ് ചില പ്രദേശങ്ങളിൽ. അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടങ്ങൾ പലതായിരിക്കും. അവിടുത്തെ ആ പ്രാദേശിക അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ രീതികൾ മറിച്ച് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വൈവിധ്യമാർന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ നയങ്ങൾ വേണ്ട രീതിയിൽ ഭേദഗതി ചെയ്തുകൊണ്ട് നടപ്പിലാക്കുകയും അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ അവിടുത്തെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി വിജയകരമാക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം എന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് അഥവാ പ്രാദേശിക തലത്തിലെ അധികാര സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത്. അവ നിലനിൽക്കുന്നത് തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭ കൂടുന്നതിലൂടെയാണ്. പഞ്ചായത്തുകളിൽ തന്നെ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ പല ക്ഷേമ പദ്ധതികളുടെയും ബെനിഫിഷ്യറീസിനെ കണ്ടെത്തുന്നതിലൂടെ ഗ്രാമസഭകളിലൂടെയാണ് കണ്ടെത്തുന്നത്. ആർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് പോലും ഗ്രാമസഭയിലൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു രാജ്യത്തിന് സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര കൈമാറ്റം മേൽത്തട്ടിൽ നിന്നും താഴെ തട്ടിലേക്ക്. ഇതൊരു ഇളവല്ല, താൽക്കാലികമല്ല, ഇത് അവകാശമായിട്ടാണ് നൽകപ്പെടുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദിസ് ഈസ് എ റൈറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, and we all know that ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അല്ലേ. 1992 ഭരണഘടന 73-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചു. 1992 74-ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഈ പറയുന്ന നഗരപഞ്ചായത്ത്, അതായത് നഗരസഭകൾക്ക് അല്ലെ, നഗർ പഞ്ചായത്ത് എന്ന് നമ്മൾ പറയും അല്ലെ, നഗരസഭകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് മറ്റുമെല്ലാം എന്ത് ചെയ്തു? അർബൻ ലോക്കൽ ബോഡീസിന് ഭരണഘടന പദവി ലഭിച്ചു, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊക്കെ കൊണ്ട് തന്നെ ഇതൊരു അവകാശമാണ്, ഇളവല്ല. ഭരണഘടന തന്നെ അവകാശമായിട്ട് നമുക്ക് നൽകിയിരിക്കുക. അപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ജനാധിപത്യ വികേന്ദ്രീകരണവും ഡെലിഗേഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഡെലിഗേഷൻ
അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇപ്പൊ ജനാധിപത്യ വികേന്ദ്രീകരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡെലിഗേഷൻ എന്ന് പറയുന്നൊരു വാക്കും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവർണൻസ് എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ കൂട്ടത്തിൽ ഡെലിഗേഷൻ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമല്ല, അതൊരു ഇളവായിട്ട് നൽകപ്പെടുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു കീഴ് ഉദ്യോഗസ്ഥന് അധികാര വിനിയോഗം നൽകുന്നതാണ് ഡെലിഗേഷൻ എന്നതിൽ അർത്ഥമാക്കുന്നത്. കീഴുദ്യോഗസ്ഥന് ഇതൊരു അവകാശമായി കണക്കാക്കാനാകില്ല. ഒരു മേലുദ്യോഗസ്ഥൻ താൽക്കാലികമായിട്ട് മേലുദ്യോഗസ്ഥൻ ഇന്ന് ഹാജരല്ല, അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട പണി കീഴുദ്യോഗസ്ഥനിലേക്ക് നൽകുകയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അടുത്തൊരു കീഴുദ്യോഗസ്ഥൻ പറയണം, ഞാൻ ഒരാഴ്ചത്തേക്ക് അവധിയായിരിക്കും, അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അധികാരം എൻ്റെ താഴെ തട്ടിലുള്ള മറ്റൊരു കീഴുദ്യോഗസ്ഥനിലേക്ക് നൽകുകയാണ്. ഫയലുകളും മറ്റുമെല്ലാം നൽകും, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതൊരു പക്ഷേ ഇളവായിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നൽകുന്നത്. ഡെലിഗേറ്റഡ് പവർ ആണ്. ഡെലിഗേറ്റഡ് പവർ അത് കീഴുദ്യോഗസ്ഥന് കിട്ടിയ ഇളവാണ്. ആ ഇളവ് പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയ അധികാരം അദ്ദേഹത്തിന് വിനിയോഗിക്കാം. പക്ഷെ ഇതൊരു അവകാശമായിട്ട് അദ്ദേഹത്തിന് എല്ലാ കാലത്തും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യ വികേന്ദ്രീകരണം അഥവാ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഒരു റൈറ്റ് ആണ്, ഒരു അവകാശമാണ്. എന്നാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ്, ഇതൊരു ഇളവ് മാത്രമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന വാക്ക് പലയിടങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ദേശീയ, സംസ്ഥാന, പ്രാദേശിക ഭരണത്തിലെ എല്ലാ തലങ്ങളിലും സർക്കാരുമായി കൂടുതൽ ജനങ്ങൾക്ക് അടുത്തിടപഴകാൻ സാധിക്കുന്നു. ജനാധിപത്യ വികേന്ദ്രീകരണം എന്നത് പ്രാദേശിക ക്ഷേമത്തിനായി സ്വന്തം പദ്ധതികൾ ആരംഭിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിനും സ്വയംഭരണാധികാരത്തിൽ അവ നടപ്പിലാക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അധികാരമാണ് അല്ലെ. ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാധികാര സ്ഥാപനങ്ങളാണ്. ഇവയ്ക്കെല്ലാവർക്കും എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു പഞ്ചായത്തിന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികളുടെ ചർച്ച ഗ്രാമസഭയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടക്കുകയും അവ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും മാർഗരേഖകളും മറ്റുമെല്ലാം പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാനും സാധ്യമാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആവശ്യം എന്താണോ അത് ജനങ്ങളാൽ തന്നെ തീരുമാനിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് ജനാധിപത്യ വികേന്ദ്രീകരണം ഒരു സാധ്യത നൽകുന്നു. അത് നടപ്പിലാക്കുന്നത് താഴെത്തട്ടിലുള്ള പ്രാദേശിക ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, അതായത് നമ്മുടെ രാജ്യത്തെ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നഗരസഭകളും മറ്റും തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോക്കൽ റൂറൽ ഏരിയാസ് ആണെങ്കിൽ പഞ്ചായത്തുകൾ, അർബൻ ഏരിയാസ് ആണെങ്കിൽ നഗരസഭകൾ, മുനിസിപ്പാലിറ്റികളാണ്. ഓക്കെ. ഇനി ജനാധിപത്യ വികേന്ദ്രീകരണത്തിൻ്റെ നല്ല വശങ്ങൾ, ഇത് നിങ്ങൾ അനലിറ്റിക്, ഇത് കാണാപ്പാട് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്പർ 1, ഞാൻ പറയുന്നത് ശരിയാണോ? വൈവിധ്യമാർന്ന പ്രദേശങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാം, ഇല്ലേ? സത്യമല്ലേ? ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല വയനാട് അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള മലയോര പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യം സെപ്പറേറ്റ് ആയിരിക്കും അല്ലെ. ഡിഫറെന്റ് അഭിരുചികളായിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു സംസ്ഥാനം ഒരു നയം നടപ്പിലാക്കുമ്പോൾ അത് എല്ലാ പ്രദേശങ്ങളിലും യൂണിഫോം ആയിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ ഒരിക്കലും യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാറില്ല അല്ലേ. അപ്പോൾ വയനാട് പ്രദേശത്ത് അവിടുത്തെ ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പദ്ധതികൾ അവിടുത്തെ പ്രാദേശിക സർക്കാർ രൂപവൽക്കരിക്കും, പഞ്ചായത്തോ നഗരസഭയോ രൂപവൽക്കരിക്കും. അപ്പോൾ വൈവിധ്യമാർന്ന പ്രദേശങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. ശരിയാണേ? യെസ്. 2, ഔപചാരിക നടപടിക്രമപാലനം കാരണം ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒരു പരിധിവരെ അവസാനിപ്പിക്കാം. എനിക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കാം. പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ മുനിസിപ്പൽ കോർപ്പറേഷനുകളോ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തില്ല എന്ന് വിചാരിക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു നിവേദനം സംസ്ഥാന വകുപ്പിന് നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഫയൽ കെട്ടിക്കിടക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് റെഡ് ടാപ്പിസം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കിടക്കും. അതായത് കാലതാമസമെടുക്കും. ആ ഫയല് ഡ്രാഫ്റ്റ് ചെയ്ത് മേലുദ്യോഗസ്ഥൻ കണ്ട് തെറ്റുകുറ്റങ്ങൾ വരുത്തി വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും പോയി വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ കയറി ഇറങ്ങി നടക്കണം. ഇതങ്ങനെയല്ല. ഒരു പ്രദേശത്തിന്
അതിൻ്റെതായ പ്രാദേശിക സർക്കാരുണ്ടാകും. അവർ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കും. അപ്പോൾ അതും ശരിയാണ്. 3, സർക്കാർ ഉദ്യോഗസ്ഥരും പ്രാദേശിക ജനങ്ങളും തമ്മിൽ അടുത്ത ബന്ധം സാധ്യമാകും. സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ പഞ്ചായത്തിലൊക്കെ ഉള്ളവരെന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കറണ്ട് പോയാണ്, എ വിളിക്കാം. എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാളെ പോലെയാണ് അല്ലേ. പൊതുമരാമത്ത് എഞ്ചിനീയർ വേണമെങ്കിൽ വിളിക്കാം, റോഡ് അല്ലേ, ഹെൽത്ത് ഇൻസ്പെക്ടറിനെ വേണമെങ്കിൽ വിളിക്കാം. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ അടുത്തായിരിക്കാം അവർ താമസിക്കുന്നത്. നല്ലൊരു ബന്ധം, ഊഷ്മളമായ ബന്ധം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവയൊന്നുമില്ല, എവിടെയോ കിടക്കുന്ന, ഏതോ ദൂരത്ത് കിടക്കുന്ന ഒരു അധികാരിയെ നമുക്ക് വിളിച്ചാൽ നമുക്ക് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പ്രാദേശിക തലത്തിൽ സർക്കാരുകൾ, അത് പ്രധാനമായിട്ടും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു സാഹചര്യം ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ ഇത് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും ശരിയാണ്. ഇനി വിദൂരമായ പ്രദേശങ്ങളിലേക്ക് ദേശീയ നയങ്ങൾ നടപ്പിലാക്കാനും പ്രാദേശിക സർക്കാരിലൂടെ സാധ്യമാക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ദേശീയ നയം എന്ന് പറയുന്നത് രാജ്യത്താകമാനം ഒരു കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന നയം. ഫോർ എക്സാമ്പിൾ ഒരു വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കപ്പെട്ടു. അപ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഒരേ സമയം ഒരേപോലെ നടപ്പിലാക്കാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആവശ്യമായ കാലതാമസം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്തി ആ ഒരു പ്രദേശത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച് അവ നടപ്പിലാക്കാം പ്രാദേശിക സർക്കാരിലൂടെ. അടുത്തത്, രാഷ്ട്രീയ, മത, വംശീയ, ഗോത്ര വിഭാഗങ്ങളുടെ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കും. നമുക്കറിയാം, താഴെത്തട്ടിൽ ജനാധിപത്യവൽക്കരണം താഴെത്തട്ടിൽ സാധ്യമാകുന്നതിലൂടെ, അതായത് ഏറ്റവും താഴ്ന്ന വിഭാഗക്കാർ, അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അവരുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉടലെടുക്കുകയും ആ തീരുമാനങ്ങൾക്ക് അനുസൃതമായ പദ്ധതികൾ നടപ്പിലാക്കുവാനും ആ പ്രദേശത്തിന് സാധിക്കും. അപ്പോൾ അതും ശരിയാണ്. പ്രാദേശിക സ്ഥാപനങ്ങളുടെ ശേഷിയും അവയുടെ മാനേജ്മെന്റ് സാങ്കേതിക കഴിവുകളും വികസിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് തന്നെ പ്രാദേശിക സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. ശരിയാണ്. 7, പ്രാദേശിക തലത്തിലെ പ്രധാനപ്പെട്ട ജോലികൾക്കായി ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം ചെലവഴിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിന്നാൽ മതിയല്ലോ. 8, സർക്കാർ തലത്തിൽ പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് മികച്ച ഏകോപനം ഉറപ്പാക്കും അല്ലെ. ഈ പറയുന്ന ഒരു പഞ്ചായത്ത് എടുക്കുന്ന പദ്ധതി, ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സർക്കാർ വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണമോ അതെല്ലാം നടപ്പിലാക്കുവാൻ സാധ്യമാകും. ഇനി 9, പൗരന്മാരുടെ പങ്കാളിത്തവും വിവര കൈമാറ്റവും ഉറപ്പാക്കും. പൗരന്മാരുടെ പങ്കാളിത്തമാണല്ലോ, ദാറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉൾപ്പെടെ ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ ഒരു ക്ഷേമ പദ്ധതി, സർക്കാരിൻ്റെ ഒരു ക്ഷേമ പദ്ധതിക്ക് ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, അതിൻ്റെ വിവരങ്ങൾ മറ്റുമെല്ലാം കൈമാറുന്ന ഒരു പ്രക്രിയയും കൂടി ഗ്രാമസഭകളിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പൗരന്മാരുടെ പങ്കാളിത്തവും വിവര കൈമാറ്റവും ഉറപ്പാക്കുന്നുണ്ട്. 10, സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുടെ സ്വാധീനം നികത്തും. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ പോകുമ്പോഴേക്കും അവർ മേൽത്തട്ടിൽ നിന്നും താഴെത്തട്ടിലേക്ക്, അതായത് ടോപ്പ് ടു ബോട്ടം അപ്രോച്ചാണ്. അതേസമയം നമ്മുടെ ഈ പറയുന്ന പ്രാദേശിക തലത്തിൽ എന്താണ് സംഭവിക്കുക? ബോട്ടം ടു ടോപ്പ് ലെവൽ അപ്രോച്ചാണ്. താഴെത്തട്ടിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ടോപ്പ് ലെവലിൽ അത് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പണമുള്ളവന് സ്വാധീനം എന്നുള്ളതില്ല. ഇവിടെ എല്ലാവിധ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള അധികാരമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കും പ്രാദേശിക തലത്തിൽ. അടുത്ത നോക്കിയേ, കൂടുതൽ അയവുള്ളതും നൂതനവുമായ ക്രിയാത്മകവുമായ ഭരണത്തിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ഭരണം, ഗവർണൻസ്, ഗുഡ് ഗവർണൻസ്. ആക്ച്വലി ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പീപ്പിൾ, ഫോർ ഗുഡ് ഗവർണൻസ്, നല്ലൊരു ഭരണത്തിന് വേണ്ടിയിട്ടാണ്. 12, പ്രദേശവാസികൾക്ക് കേന്ദ്ര ഏജൻസികളെക്കാൾ പദ്ധതികൾ നന്നായി നിർവഹിക്കാനും നിരീക്ഷിക്കാനും വിലയിരുത്തുവാനും കഴിയും അല്ലേ. സ്വാഭാവികമായിട്ട് ഈ ഒരു പദ്ധതി, ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്, സ്വാഭാവികമായിട്ടും പ്രദേശവാസികൾ നിരീക്ഷിക്കും. കുറേ നാളായല്ലോ വച്ച് കുഴച്ചുകൊണ്ടിരിക്കുക, ഒന്നും നടക്കുന്നില്ലല്ലോ, പ്രദേശവാസികൾ ഇടപെടും. അപ്പോൾ അതിന് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള റിപ്ലൈ അധികാരികളിൽ നിന്നുണ്ടാവും. നേരെ പഞ്ചായത്തിലേക്ക് പോയിട്ട് എന്താ ഇവിടെ നടക്കുന്നത്, കുറേ നാളായല്ലോ,
സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഫാസ്റ്റ് ആക്കും, കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യും. ഇനി 13 നോക്കിയേ, തദ്ദേശീയരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കും. നമ്മുടെ രാജ്യം നിലനിന്ന് പോകുന്നു, എന്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയാലും എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ സ്ഥിരത നിലനിർത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അവയുടെ പ്രസൻസ് ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇന്ത്യയിൽ ഉണ്ടാകാൻ സഹായിക്കുന്നു ഇത്തരം ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ. കാരണം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കി, അതുപോലെ തന്നെ നഗർപാലിക ആക്ട് അല്ലേ, നഗർപാലിക ആക്ട് എന്നാണ് പറയുന്നത്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 പഞ്ചായത്ത് രാജ് ആക്ട് എന്നും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 നഗർപാലിക ആക്ട് അഥവാ നഗരസഭ നിയമം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സ്റ്റാറ്റസ് അഥവാ പദവി നൽകുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SC/ST-കാർക്കും വനിതകൾക്കുമെല്ലാം പ്രത്യേക സംവരണം സീറ്റിൽ നൽകുന്നുണ്ട്, റിസർവേഷൻ സീറ്റുകളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നിലനിൽപ്പും പ്രസൻസും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. 14 ആസൂത്രണ ചെലവ് കുറയ്ക്കുകയും പൊതുവസ്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് സ്വാഭാവികമായിട്ടും താഴെ തട്ടിൽ നിന്നും മുകൾ തട്ടിലേക്ക് എടുക്കപ്പെടുന്ന ഒരു തീരുമാനമാണ്. അതായത് ബോട്ടം ടു ടോപ്പ് ലെവൽ അപ്രോച്ചാണ് പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പം അധികാരം മേൽത്തട്ടിൽ നിന്നും താഴെ തട്ടിലേക്ക് കൊടുക്കുമ്പോൾ താഴെ തട്ടായ പ്രാദേശിക വിഭാഗത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്ത് ടോപ്പ് ലെവലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് ബോട്ടം ടു അപ്രോച്ച് ലെവൽ എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പദ്ധതി ആസൂത്രണ ചെലവ് കുറയുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്താണോ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത്തരത്തിൽ ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുന്നു. അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. കാരണം രാജ്യത്തിൻ്റെ GDP ഉയർച്ച എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഉൽപാദന നിർമ്മാണ പ്രക്രിയ കൂടുന്തോറും അല്ലെങ്കിൽ ഉൽപാദന വസ്തുക്കളുടെ എണ്ണം കൂടുന്തോറും രാജ്യത്തിൻ്റെ GDPയും ഉയർന്നു വരും, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന കാര്യത്തിലൂടെ അതിൻ്റെ നല്ല വശങ്ങൾ എന്നുള്ളത് എനിക്ക് പറഞ്ഞേ പറ്റൂ. 1882 മുതൽ ഇന്ത്യയിൽ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ അഥവാ പഞ്ചായത്ത് രാജ് നിലവിലുണ്ട്. ഇന്ത്യക്കാർക്ക് തദ്ദേശ സ്വയംഭരണ അവകാശം നൽകുന്ന 1882 പ്രമേയം പാസാക്കിയത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവായിട്ട് ബന്ധപ്പെട്ട PSC ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവർണൻസ് ഇൻ ഇന്ത്യ. എക്സാമ്പിൾ ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ പ്രാദേശിക അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം 1882 ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിലൂടെയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. അത് വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് PSC എപ്പോഴും എല്ലാ കാലത്തും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, റൂറൽ ഏരിയയിലാണല്ലോ പഞ്ചായത്തുകൾ ഉള്ളത്. അർബൻ ഏരിയയിലാണെങ്കിൽ അർബൻ ബോഡീസായ മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപവൽക്കരിക്കപ്പെട്ട നഗരം ഏതാണ്? നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപവൽക്കരിക്കപ്പെട്ട നഗരം എന്ന് പറയുന്നത് മദ്രാസ് ആണ്. 1687-88 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ എവിടെ? മദ്രാസിൽ രൂപവൽക്കരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ബോംബെയിലും ബംഗാളിലുമെല്ലാം കൽക്കട്ടയിലുമെല്ലാം മുനിസിപ്പൽ കോർപ്പറേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി രൂപവൽക്കരിച്ചത് ഫോർട്ട് കൊച്ചിയിലാണ്. പക്ഷെ അത് ഒരു ചെറിയ, അതായത് ഡച്ചുകാർ ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. 1664 വർഷം 1664 ഒരു ചെറിയ പ്രദേശത്ത്
അവർ ഡച്ചുകാർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു എന്ത് ചെയ്തു, ഒരു മുനിസിപ്പാലിറ്റി അവിടെ രൂപവൽക്കരിച്ചു. അത് പറയപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ആദ്യ മുനിസിപ്പാലിറ്റി എന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും കേരള PSC ചോദിച്ചു വരുന്ന ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി രൂപവൽക്കരിക്കപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ മദ്രാസ് 1887-88 കാലഘട്ടമാണ്. ഓക്കെ, ഇതാണ് കേരള PSC ചോദ്യം. എന്നാൽ ചരിത്രത്തിൽ പറയുന്നത് ഡച്ചുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി രൂപവൽക്കരിച്ചു. അതൊരു ചെറിയ പ്രദേശമായതുകൊണ്ടാണ് അതിനത്ര വാല്യൂ കൊടുക്കാത്തത്, ഫോർട്ട് കൊച്ചി. ഓക്കെ, ഇനി 1959 ഒക്ടോബർ 2 എല്ലാവർക്കും അറിയാം അല്ലേ? രാജസ്ഥാനിലെ നഗൗർ ജില്ലയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു ആര്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. തുടർന്ന് ആന്ധ്രാപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നു. അതുമുതൽ താഴെത്തട്ടിലുള്ള പ്രാദേശിക ഭരണം ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയയിലെ ഒരു പ്രധാന ആശങ്കയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ പലയിടങ്ങളിൽ 2 തലം, 2 ടയർ സിസ്റ്റം. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ 3 തല സംവിധാനമാണ്, 3 ടയർ സിസ്റ്റമാണ്. അപ്പോൾ ഇവയ്ക്ക് ഒരു യൂണിഫോമിറ്റി ഇല്ല, രാജ്യത്തൊരിടത്തും യൂണിഫോമിറ്റി ഇല്ല. ഇവയ്ക്ക് ഈ പറയുന്ന താഴെത്തട്ടിലുള്ള പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അല്ലേ, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി റൈറ്റൊക്കെ കിട്ടുന്നതിന് മുന്നെയാണ് കേട്ടോ. 1959 കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ 60-70 കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവയ്ക്കൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. പല സംസ്ഥാനങ്ങൾക്കും അവയ്ക്ക് നൽകപ്പെട്ടിരുന്ന അധികാരങ്ങൾ പലതായിരുന്നു. അങ്ങനെ ഇരിക്കെ 1992 ഇന്ത്യ ഗവൺമെൻറ് 2 ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് 73ാമത് ഭരണഘടനാ ഭേദഗതി നിയമം അഥവാ പഞ്ചായത്ത് രാജ് ആക്ട്. മറ്റൊന്ന് 74ാമത് ഭരണഘടനാ ഭേദഗതി നിയമം നഗരപാലിക ആക്ട്. ഇതിലൂടെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ അർത്ഥമുണ്ട്, അവയ്ക്ക് സ്വയംഭരണാധികാരമുണ്ട്, ഓട്ടോണോമസ് പവറാണ്. അപ്പോൾ ഇവയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൂടി കൊടുത്തു, ഭരണഘടനാ അധികാരം കൂടി നൽകിയതിലൂടെ രാജ്യത്ത് ഇവ അംഗീകരിക്കപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പുതുചരിത്രം എഴുതപ്പെട്ടു. പട്ടിക 11 കൊണ്ടുവന്നു. പഞ്ചായത്തുകൾക്ക് ഇത്ര വിഷയങ്ങളിൽ ഇടപെടാം എന്ന് പറഞ്ഞ് പട്ടിക 11 കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. പട്ടിക 12 കൊണ്ടുവന്നു. അതായത് അർബൻ ലോക്കൽ ബോഡീസ്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയ്ക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെടാം എന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ ലിസ്റ്റ് ഷെഡ്യൂൾ 12 ഉൾപ്പെടുത്തി. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. 73ാമത് ഭരണഘടനാ ഭേദഗതി 1992 പക്ഷെ നിലവിൽ വന്നതോ 1993 ഏപ്രിൽ 24-നാണ്. 73ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തെക്കുറിച്ച് കേട്ടോ. ഇനി 74ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1992 നഗരപാലിക ആക്ട്, മുനിസിപ്പാലിറ്റികൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകുന്ന ആ നിയമം പക്ഷെ നിലവിൽ വന്നതോ 1993 ജൂൺ 1-നാണ്. അപ്പോൾ ഇവ വളരെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. ഒന്ന് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷട്ടപ്പടയും നടക്കും. സോ ഈ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എംപവർ കേരള PSC എന്ന ടെലഗ്രാം ചാനലിൽ നോക്കിക്കൊള്ളുക. ഓക്കെ, നോട്ട് ഞാൻ അവിടെയും നൽകാം, ആപ്പിനുള്ളിലും പ്രൊവൈഡ് ചെയ്യാം. നന്നായിട്ട് പഠിച്ചു പോകാം. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. കേരള PSCയുടെ പരിഷ്കരിച്ച മാതൃകയിൽ കാര്യങ്ങളൊന്ന് ഡീസൻ്റായിട്ട് പൊക്കിയെടുത്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ഭാരിച്ച പരിപാടിയൊന്നുമല്ല. പഠനം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പഠനം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. പലരും പഠനത്തെ സീരിയസ് ആയിട്ട് കാണണമെന്ന് പലരും പറയാറുണ്ട്. ഞാൻ ഒരിക്കലും പഠനത്തെ സീരിയസ് ആയി കാണണമെന്ന് പറയത്തില്ല. സീരിയസ് ആയി കാണുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരു അടി വയ്ക്കുമ്പോൾ ടെൻഷനാണ്. പഠനം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ട് ഓക്കെ, സിനിമ കാണും പോലെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നവർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരടി അല്ല 10 അടി മുന്നോട്ട് വെച്ചാലും ഭയപ്പെടില്ല. നമ്മളത് ആസ്വദിച്ചും അതിൻ്റെ ആ ഒരു ആസ്വാദനം വളരെ വലുതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കല്ല വാസ്റ്റ് സിലബസ് എന്നൊക്കെ പറയും, ഇതൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഇത്തവണ LSTA സെക്രട്ടറി നമ്മൾ അടിച്ചെടുത്തിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രീതിയാണെന്നുണ്ടെങ്കിൽ പ്രിലിമിനറിക്കും മെയിൻസിനും തുടക്കം മുതൽ തയ്യാറെടുപ്പ് സൂപ്പറാക്കിയുള്ള നിങ്ങളോടൊപ്പം ഞാനുണ്ട്. താങ്ക് യു.